ഏറെ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിൽ 26ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുന്നു. ഇന്നത്തെ സുവിശേഷം ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. അമേരിക്കൻ കവിയായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാൾ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. അതിപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: മതിലുകൾ വേണമോ വേണ്ടയോ? മതിലുകൾ നല്ല അയൽപ്പക്കങ്ങളെ വളർത്തുകയോ തളർത്തുകയാണോ ചെയ്യുന്നത്? പലപ്പോഴും നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഭവനത്തിന് മുമ്പിൽ നമ്മൾ ഇപ്രകാരം എഴുതി വയ്ക്കാറുണ്ട്: യേശു ഈ ഭവനത്തിൻ്റെ നായകൻ. താഴെ നമ്മൾ കുറിക്കാതെ പട്ടിയുണ്ട്, സൂക്ഷിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, മതിലുകൾ പലപ്പോഴും തടസ്സമാണ് സൃഷ്ടിക്കുക. ഞാൻ എൻ്റേതായിട്ടുള്ള ഒതുങ്ങിക്കൂടുവാനും എൻ്റേതായിട്ടുള്ള സ്വാർത്ഥതയിൽ ജീവിക്കാനുമാണ് പലപ്പോഴും പലരും ഇഷ്ടപ്പെടുക. മതിലുകൾ തീർത്ത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പലപ്പോഴും നമ്മൾ വെമ്പൽ കൊള്ളുമ്പോൾ അവരിനെ കാണുവാനുള്ള കാഴ്ചകൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവരിനെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട്. മതിലുകൾ തീർക്കുന്ന പലപ്പോഴും തടസ്സങ്ങളാണ്. മറ്റുള്ളവനെ ഒന്ന് വാരിയെടുക്കുവാനും ചേർത്ത് പിടിക്കുവാനും ദൈവം നമുക്ക് 2 കരങ്ങൾ നൽകിയിരിക്കുന്നത്. എനിക്കെൻ്റെ 2 കരങ്ങൾ കൊണ്ട് എന്നെ പൊക്കിയെടുക്കുവാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് മറ്റൊരുവനെ പൊക്കിയെടുക്കുവാനായിട്ടും അവൻ്റെ കണ്ണുകളിലെ കണ്ണുനീര് തുടയ്ക്കുവാനും സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും എൻ്റെ കരങ്ങൾ കൊണ്ട് എനിക്ക് സാധിക്കും. അതിന് നമുക്ക് കഴിയണം. പലപ്പോഴും വാതിൽ എന്ന് പറയുന്നത് വാ ഇതിലേ എന്നാണ് പറയുക. വാതിൽ വാ ഇതിലേ ഒരു ഭാരതീയ സൂക്തമാണത്, ഭാരതീയമായ ഒരു സങ്കല്പമാണ്. എന്ന് പറഞ്ഞാൽ വാതിലൂടെ ശുദ്ധവായു, പ്രഭാതം, അതുപോലെ തന്നെ പ്രകാശം, ഇതൊക്കെ കടന്നു വരുന്നത് നന്മകളൊക്കെ കടന്നു വരുന്നത് ഈ വാതിലൂടെയാണ്. അതുകൊണ്ട് ക്രിസ്തു ഒരുപടി കൂടെ കടന്ന് ചിന്തിക്കുകയാണ്. ഗേറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ എൻട്രൻസ് ടു ദ ഹൗസ് ബട്ട് ദ പാസേജ് വേ ടു ദ അതർ. മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കാനുള്ള ഒന്നാണ് വാതിലെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരിലേക്കുള്ള ഒരു വഴിയാണ് വാതിൽ. ഞാൻ എൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ അവരിലേക്ക് പ്രവേശിക്കുവാനോ അവരിന് എന്നിലേക്ക് കടന്നു വരുവാനായിട്ടോ സാധിക്കുകയില്ല. ഇവിടെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ ധനവാൻ ഇവിടെ വാതിൽ കൊട്ടിയടച്ചതായിട്ട് പറയുന്നില്ല. പക്ഷേ അവൻ്റെ ഭവനത്തിൻ്റെ വാതിൽ കിടന്ന ആ ലാസറിനെ കാണുവാനായിട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ച ദുരന്തവും ദുരിതവും എന്ന് പറയുന്നത്. പലപ്പോഴും സമ്പത്ത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് അവരിന് ഉതകുന്നില്ല എങ്കിൽ എൻ്റെ സമ്പത്ത് എനിക്ക് കൂട്ടിവെച്ചിരിക്കുന്ന ഈ സമ്പത്ത് എൻ്റെ ജീവിതത്തിന് ഒരു ശാപമായിട്ടും എൻ്റെ ജീവിതത്തിന് ഒരു ദുരന്തമായിട്ടും മാറാൻ സാധിക്കും. അവരിനെ കാണുവാനുള്ള കാഴ്ചയും അവരിൻ്റെ വേദനയിൽ പങ്കുചേരുവാൻ എൻ്റെ കയ്യിൽ ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ. അങ്ങനെ പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് നിത്യകവാടത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത്. അവിടേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ പോകുന്ന എവിടേക്കായിരിക്കും? നിത്യനാശത്തിലേക്കാണ് എൻ്റെ പ്രയാണം. ഇവിടെ ധനവാൻ യഥാർത്ഥത്തിൽ വചനം പറയുന്നത്, ധനവാൻ ചെയ്ത പാപമെന്തെന്ന് നമ്മൾ നോക്കിയാൽ അവനൊരു വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇനി ലാസർ ചെയ്ത പുണ്യമെന്തെന്ന് ചോദിച്ചാൽ ലാസർ ചെയ്ത പുണ്യത്തെക്കുറിച്ചും സുവിശേഷം വ്യക്തമാക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ 4 രീതിയിൽ നമുക്ക് പാപം ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? 1, വിചാരത്താൽ, വാക്കാൽ, പ്രവർത്തിയാൽ, ഉപേക്ഷയാൽ. ഇവിടെ ധനികനായ മനുഷ്യന് സംഭവിച്ചതെന്താണ്? അവൻ ദ സിൻ ഓഫ് ഒമിഷൻ, അവൻ താൻ ചെയ്യേണ്ട നന്മകൾ ചെയ്യാത്തതാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അതാണ് അവൻ നിത്യനരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായിട്ട് മാറിയത്.
ഒരുവന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അവൻ്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ അവൻ അത് ചെയ്യുന്നില്ല. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല, എന്തിനാണ് ഞാൻ മറ്റുള്ള കാര്യത്തിൽ ഇടപെടുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ധനികനായ മനുഷ്യനും ചെയ്ത കാര്യം ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ തൻ്റെ സമ്പത്ത് കൊണ്ട് സുഭിക്ഷമായിട്ട് അവൻ ജീവിച്ചു. അതാണ് അവൻ ചെയ്ത തെറ്റ്. അവൻ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. അവൻ ഉപേക്ഷയാൽ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട നന്മ ചെയ്യാത്തതാണ് യഥാർത്ഥത്തിൽ ധനികൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ്. അതാണ് അവനെ നിത്യനരകത്തിലേക്ക് നയിച്ചത്. എന്നാൽ ലാസർ ചെയ്ത നന്മ എന്താണ്? ലാസർ ചെയ്ത പുണ്യം എന്താണ്? ലാസർ ഒരു പുണ്യവും ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരു നന്മയും ലാസർ ചെയ്തിട്ടില്ല. പക്ഷേ കർത്താവ് പറഞ്ഞ ഉപമകളിൽ പേരെടുത്ത് പറയുന്ന ഒരു ഉപമയാണ് ലാസർ. ലാസർ എന്ന് പറഞ്ഞാൽ ദൈവം സഹായമായിട്ടുള്ളവനാണ്. ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നവശരായി പോകുമ്പോൾ ഞാൻ ലാസറിനെ പോലെ വിചാരിക്കണം, ദൈവം സഹായമായിട്ടുള്ളവനാണ് ഞാനെന്ന്. മറ്റുള്ളവർ നിന്നെ സഹായിച്ചില്ലെങ്കിലും, മറ്റുള്ളവർ നിന്നെ ഉപേക്ഷിച്ചാലും, മറ്റുള്ളവർ നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ ദൈവം സഹായമായിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ലാസറിനെ ഉയർത്തിയത്. പലപ്പോഴും നമുക്ക് ലഭിക്കാത്ത നന്മകളെക്കുറിച്ചോർത്ത്, നമുക്ക് ലഭിക്കാത്ത സഹായങ്ങളെക്കുറിച്ചോർത്ത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനും മറ്റുള്ളവരെ കുറ്റം പറയുവാനും ശപിക്കുവാനുമൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ ലാസർ, ദൈവം സഹായമായിട്ടുള്ള ലാസർ തൻ്റെ സഹനങ്ങളിൽ ആരെയും ശപിക്കാതെ അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടം കൊണ്ട് അവൻ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടി എന്നാണ് പറയുക. അതാണ് ലാസർ. അവൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് തന്നെയാണ്. ആരെയും കുറ്റപ്പെടുത്താതെ ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടം ഭക്ഷിച്ചുകൊണ്ട് എനിക്ക് ദൈവം സഹായമായിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അവൻ ജീവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ആരൊക്കെ തന്നെ നമുക്ക് കൂട്ടിനില്ലെങ്കിലും, മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിച്ചാലും പരിഹസിച്ചാലും എനിക്ക് സഹായമായിട്ട് എൻ്റെ ദൈവമുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് എങ്കിൽ നമുക്ക് അബ്രഹാത്തിൻ്റെ മടിത്തട്ടിൽ തീർച്ചയായിട്ടും നമുക്ക് അഭയം ലഭിക്കും. കാരണം ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്, ധനികൻ ആശ്രയിച്ചത് സമ്പത്തിലാണ്. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം, ലാസർമാരായിട്ട് നമുക്ക് മാറാം. യഥാർത്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ അവനവൻ്റെ ജീവിതങ്ങളിലേക്ക് ചുരുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ, താൻ ജീവിക്കും തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കൾക്കും വേണ്ടി എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു മാർപ്പാപ്പയ്ക്ക് ഹൃദയവേദനയുണ്ടായി. ഡോക്ടർമാർ പരിശോധനയിൽ പറഞ്ഞു ആ ഹൃദയമെടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാർപ്പാപ്പയുടെ ഹൃദയം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനമാവുകയാണ്. ആര് ഹൃദയം കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ വത്തിക്കാനിൽ ധാരാളം പേര് മാർപ്പാപ്പയ്ക്ക് ഹൃദയം കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കർദിനാൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെല്ലാവരുടെയും ഹൃദയം മാർപ്പാപ്പയ്ക്ക് ആവശ്യമല്ല, അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു ഹൃദയം മതി, അതാര് നൽകും? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന തൂവൽ ഞാൻ താഴേക്ക് വീഴും. ആ താഴേക്ക് വീഴുമ്പോൾ അത് ആരുടെ ദേഹത്ത് വന്നിരിക്കുന്നുവോ അദ്ദേഹമായിരിക്കും ഹൃദയം കൊടുക്കേണ്ടത്. എല്ലാവരും സമ്മതിച്ചു. കർദിനാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണടച്ച് അദ്ദേഹം തൂവൽ താഴേക്കിട്ടു. പക്ഷേ തൂവൽ വരുന്നത് കണ്ടപ്പോൾ ആൾക്കാരെല്ലാം മാറിക്കൊടുത്തു. ചിലരുടെ അരികിലേക്ക് വന്നപ്പോൾ അവർ ഊതിപ്പറത്തി വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആരും മാർപ്പാപ്പയ്ക്ക് ഹൃദയം കൊടുത്തിട്ടില്ല എന്നാ പറയുക. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാമെന്ന് പറയുന്നുണ്ട് എങ്കിലും പലപ്പോഴും സഹായത്തിനായിട്ട് പലരും നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ചെയ്യാതെ പലരും ഓടി മറിയുന്നതായിട്ടാണ് ഈ കാലഘട്ടത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. വിശുദ്ധയായിട്ടുള്ള മദർ തെരേസ പറയുന്നത് ഇപ്രകാരം, മുറിയപ്പെടുന്നത് വരെ കൊടുത്തുകൊണ്ടേയിരിക്കുക. മുറിയപ്പെടുന്നത് വരെ നാം മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. മലയാളത്തിലൊരു പദമുണ്ട്, 2 പദങ്ങളുണ്ട്. ഒന്ന് ശ്രേയസ് എന്നും 2 പ്രേയസ് എന്നും പറയും.
ശ്രേയസ് എന്ന് പറയുന്നത് ശാശ്വതമായ സുഖമാണ്. പ്രേയസ് എന്ന് പറയുന്നത് ഭൗതികമായ സുഖമാണ്. ഈ പ്രേയസിന് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അത് വളരെയധികം കളർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സൗന്ദര്യമുള്ളതാണ്, വളരെ നിറമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രേയസാണ്, ഈ ഭൗതിക സുഖമാണ്. എന്നാൽ നിത്യതയിലേക്കുള്ള നിൻ്റെ ജീവിതത്തിന് വേണ്ടത് ശ്രേയസ്സാണ്. തീർച്ചയായിട്ടും അതാണ് ശാശ്വതമായ സുഖമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശാശ്വതമായ സുഖത്തിലേക്ക്, ശ്രേയസ്സിലേക്ക് നീ കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണം. നിൻ്റെ അരികിലിരിക്കുന്ന നിൻ്റെ അരികിൽ നീ കാണുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, നൊമ്പരപ്പെടുന്നവൻ്റെ നൊമ്പരത്തിൽ വേദനയിലുമൊക്കെ നമുക്ക് പങ്കുചേരാൻ കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ നിത്യതയിലേക്ക് പ്രവേശിക്കാനാണ് സാധിക്കുക. ലാസർ നിത്യതയിലേക്ക് പ്രവേശിച്ചതിന് പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും ആ ലാസർ അബ്രഹാത്തിൻ്റെ മടിത്തട്ടെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു പറുദീസ എന്ന് വേണമെങ്കിൽ പറയാം. അബ്രഹാത്തിൻ്റെ മടിത്തട്ട് എന്ന് പറഞ്ഞാൽ ഒരു പറുദീസയാണ്. ആ പറുദീസയിലേക്ക് എത്തിപ്പെടാനായിട്ട് അവന് കാരണമായത് ദൈവം എനിക്ക് സഹായമായിട്ടുണ്ട് എന്ന്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ഈ ലാസറിനെ പോലെ പറയണം, ദൈവം എനിക്ക് സഹായമായിട്ടുണ്ട്. ഈ ലോകം നമ്മളെ വെറുക്കുമ്പോഴും നമ്മളെ തള്ളിക്കളയുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് പറയാൻ കഴിയണം, ദൈവം എനിക്ക് സഹായമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ പറുദീസയിലേക്ക്, അബ്രഹാത്തിൻ്റെ മടിത്തട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.